है ഇത് കഴിയുക ടിഷ്യൂ के साथ ഗൈസ് ഒരു മൂഞ്ചി തെറ്റി ദിവസത്തിന് ശേഷം നമ്മൾ കഴിക്കാൻ വന്നത് അതിൻ്റെ കണ്ണുണ്ടല്ലോ കള്ളുടിയും മരക്കളി ചോദിക്കുന്നത് അയാളുടെ വായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്നാക്സ് കിട്ടി. ഒരു സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ വിഷക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതൊക്കെയാണ് സാധനങ്ങൾ. അതിനാകുമ്പോൾ നീ കച്ചവടം. ഇവിടെ എന്തോ ഒരു ചിക്കൻ പക്കോട എന്ന സാധനം. ഇത് പൈനിൽ ഫാസ്റ്റ് ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്. കൊള്ളാമെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഫാമിലിയിലാണോ? എങ്ങനെയുണ്ട്? അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉള്ളിവട അല്ലേ? ഇതൊരു ഉള്ളിവടയുടെ ടേസ്റ്റാണ്. രാമതന്നെ എൻജോയ് ചെയ്യുന്നു. ഇവിടുത്തെ സമൂസ വേറൊരു ടൈപ്പ് കേട്ടോ. ഞങ്ങൾ സമൂസ കഴിച്ചിട്ടുണ്ടോ? പക്ഷേ അത് ये क्या है? ये क्या है? हाँ क्या? एक देगा. इसका नाम क्या है? जॉब. जॉब. जॉब एक पीस. ഇത് നമ്മുടെ മറ്റേ ബട്ടർ മഞ്ഞ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. എത്ര അയാൾ അത്യാവശ്യം കഴിക്കാം. ഇത് ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ചിക്കൻ പക്കോട എന്നിട്ട് ഉള്ളി വെട്ടി തന്നെ പരിപാടിയൊന്നുമില്ല ഇവിടെ. ആണോ? ചിക്കൻ പക്കോട പക്ഷെ അതിൽ എല്ലുകൾ വരെ ഉണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാക്കി രാമേ, നമുക്കിവിടെ മേഘാലയയിൽ കിട്ടിയ ഫുഡൊക്കെ നല്ലതായിരുന്നു അല്ലേ? ഒരു തവണ മാത്രമേ പണി കിട്ടുള്ളൂ. ഇങ്ങനെയുണ്ടോ? അയാൾക്ക് മതിയായിട്ടില്ല. പോണോ? പിന്നെ പോണോ? അല്ല അല്ല അവിടെ കയറ്റി വെച്ചപ്പോഴ വേണമെങ്കിൽ കഴിക്കും. ഞങ്ങളിവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മൊമോസ് മാർക്കറ്റിൽ പോവാം. രാമന് നമ്മളെ ഇഷ്ടപ്പെട്ടല്ല. പിന്നെ ഏതാണ്ട് 300 കിലോമീറ്റർ വണ്ടി ഞങ്ങൾ ഒട്ടിച്ചു വെച്ചു. കഴിച്ചു. എന്താ രാമ കഴിയാം? 2 പൂരിയും ഇച്ചിരി ചോറും. അവിടെ ഞങ്ങൾ 5:15 ഇറങ്ങിയ. അയ്യോ
കൈ വല്ലാതെ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ അതായത് വിഷ്വൽ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെ വേറെ സ്ഥലത്തോട്ട് അയാൾ പേടിച്ചു. നിങ്ങൾ കണ്ടോ ചിക്കൻ? തറയിടാൻ അത് കൃഷ്ണൻ്റെ ഉപ്പാട് വന്നു. നല്ല ഇവിടെ കഴിച്ചു. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് നോക്കിയേക്കാം, ശീലം വരുമ്പോൾ ട്രൈ ചെയ്യാം. നല്ല ചിക്കൻ പക്കോടയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് 2 വട്ടം വാങ്ങിച്ചു. 2ന്റെ 3/4 ഭാഗം ചേട്ടൻ തിന്നു. ബാക്കി 1/4 ഭാഗം എനിക്ക് കിട്ടുള്ളൂ. എന്തായാലും നല്ലതായിരുന്നു. കാരണം അവിടെ ഇവിടെ ഈ ചിക്കനിൽ ഈ എന്താ മസാല പുരട്ടി അതിൻ്റെ മേളിൽ കുറച്ച് ഒന്നിന്ന് വെച്ച് ഡയറക്റ്റ് കൊണ്ടു ഫുൾ പീസും ഉണ്ട് അതിൽ. ഫുൾ പൊടിയടിച്ച് ഞാൻ കറുത്തു പോയി. എന്റെ ദൈവമേ, ഉറായിപ്പല്ല വേണ്ട. എന്തൊരു കോലമായത്. ഞങ്ങളെ കാണാൻ ഇപ്പൊ കാട്ടുജാതികളെ പോലെ ഉണ്ട് ഗൈസ്. ഫുൾ പൊടിയാണ് കേട്ടോ. വീട്ടിൽ പോയി മുങ്ങി കുളിക്കാതെ ഇനിയും രക്ഷയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഫുഡ് വാസ് ഗ്രേറ്റ്. ഇത്ര കരിയോ? ആ അതെ. ഞാൻ ട്രിവാൻഡ്രത്ത്, ഇയാള് പത്തനംതിട്ട, ഞങ്ങൾ വീട് പണിഞ്ഞ ആലപ്പുഴയുടെ മാവേലി ചെട്ടികുളങ്ങര അമ്പലത്തിനടുത്തോ. ഇവിടെ വളർത്തിയ നമുക്കിവിടെ ഒരു ഹോസ്പിറ്റൽ ശാന്തിഗിരി കേട്ടിട്ടില്ല നാട്ടിലെ? അറിയാം, കർണാടക കുറിച്ച്. അതെ, ശാന്തിഗിരിയുടെയും ഇവിടുത്തെ മേഘാലയ ഗവൺമെന്റിലൂടെ ചേർന്നിട്ടൊരു ഹോസ്പിറ്റൽ. ഫാമിലിയുടെ ഇവിടെ അല്ല, ഞാൻ ഫാമിലി അല്ല, ഞാൻ മാത്രം. ഗൈസ്, ഇവിടെ നമ്മളിപ്പോൾ ഒരു മലയാളി ചേട്ടനെ കണ്ടു. അത് ഞങ്ങൾ കായംകുളം കാരണ, ഞങ്ങൾ മാവേലിക്കുന്ന ചേട്ടൻ കായംകുളം കാരണ. ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യാം. എവിടെ പോയാലും മലയാളീസ് ഉണ്ട്. ഇന്നലെ കണ്ടുപോയ മലയാളീസ് കോട്ടയംകാർ, ഇന്ന് കായംകുളം ചേട്ടൻ. എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാണ്. ഓ, എന്റെ കോലം കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റണില്ല. ഒരുമാതിരി മറ്റേ സിനിമയിലൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടുമ്പോ അവിടെ നിൽക്കണ ഇയാളുടെ പിന്നെയും ബെറ്ററാ. എന്റെ കേട്ടോ, അയ്യോ എന്റെ ജാക്കറ്റ് എന്നാ തന്നേക്ക് നല്ല വിളിക്കുക. പോവല്ലേ, പോ. വരുന്നുണ്ടോ? ഈ ദേഷ്യം പറയണ ഈ സാധനം. എന്റെ കണ്ണാടി തന്നില്ലല്ലേ? അപ്പൊ ഗൈസ്, അടുത്ത ഫുഡ് സ്പോട്ടിൽ നിന്നും ക്യാമറമാനൊപ്പം ഈ ഫുഡ് സ്പോട്ടിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുനൊപ്പം, ക്യാമറ വുമൺ കാവ്യക്കൊപ്പം വിഷ്ണു. ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്. ലേഡി പ്രൊഫഷണൽ ലേഡി ഫോട്ടോഗ്രാഫർ. രാവിലെ 5 മണിക്ക് ഇറങ്ങിയത്, അതൊന്ന് 300 കിലോമീറ്റർ ഇപ്പൊ തന്നെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. ലേഡി വീഡിയോഗ്രാഫർ കാവ്യയോടൊപ്പം എന്നെ കെട്ടിയോ വിഷ്ണു. ബൈ, സൈനിങ് ഓഫ്. നിങ്ങളെ ഞാൻ വിടൂല മനസ്സിലാവും. ബൈ.